നിങ്ങൾ 25 വയസ്സായിട്ടും നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ലെങ്കിലും ഒന്നും വരാനില്ല. പക്ഷേ 25 വയസ്സായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഒരു സ്വപ്നത്തിലേക്കെങ്കിലും എത്തിയിട്ടില്ല എങ്കിൽ അത് നിങ്ങളുടെ പരാജയമാണ്. 25 വയസ്സായിട്ടും കല്യാണം നടന്നിട്ടില്ലെങ്കിൽ ഒന്നും വരാനില്ല. പക്ഷേ 25 വയസ്സായിട്ടും നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക്, നിങ്ങൾ ഒരു സ്വപ്നത്തിലേക്കെങ്കിലും, നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് വേണം എനിക്കൊന്ന് മരിക്കാൻ എന്ന് പറയുന്ന വല്യമ്മമാരും ഉണ്ടാക്കിയെടുത്ത ദുരന്തം എത്ര വലുതാണെന്ന് അറിയോ നിങ്ങൾക്ക്? നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് വേണം എനിക്കൊന്ന് മരിക്കാൻ. എനിക്കറിയുന്ന കുട്ടികളുണ്ട്. നീ ഒരു ജോലിക്കാരിയായി ശമ്പളം വാങ്ങുന്നത് കണ്ടിട്ട് വേണം മരിക്കാനെന്ന് പറയുന്ന വല്യമ്മമാരും ഉണ്ടാവട്ടെ. അതായിരിക്കും ഒരു തലമുറയുടെ മാറ്റത്തിൻ്റെ ശംഖുലി എന്നെനിക്ക് തോന്നുന്നു. അപ്പോൾ ചില ആളുകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ വെച്ചാൽ വിവാഹ ജീവിതം, അതിൽ പെൺകുട്ടികൾ വിവാഹ ജീവിതം വേണ്ടാന്ന് പറയുന്നത്, കുറച്ച് വൈകിട്ട് മതി, പിന്നെ അതെ. അപ്പോൾ അത്തരം ചോദ്യങ്ങളും കാര്യങ്ങളും വരുമ്പോൾ അതിനോടൊപ്പം നിൽക്കുക, പ്രോത്സാഹിപ്പിക്കുക. അതായത് എല്ലാവരും പോകുന്നതിന് ഒപ്പം ഇങ്ങനെ പറഞ്ഞേക്കുക. അതായത് ഓരോരുത്തരുടെ ഇച്ഛക്ക് തോന്നുന്നതിനനുസരിച്ച് അതിൻ്റെ കൂടെ അങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് കൊടുക്കുക. മോട്ടിവേഷൻ എന്ന് പറയുന്നത് എന്താ? ഒഴുക്കിനോടൊപ്പം നീങ്ങുന്നതിനല്ല മോട്ടിവേഷൻ എന്ന് പറയാം. ഒഴുക്കിനെതിരെ നീന്താനുള്ള ശേഷി ഉണ്ടാക്കി കൊടുക്കുന്നതിൻ്റെ പേരാണെന്ത്? മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഇതല്ല, ഇത് ഓരോരുത്തരും ഇങ്ങനെ ഓരോരുത്തർ തമാശ പറയുന്നുണ്ട്. ഈ പിന്നെ ഒരു പണി പോയ കാര്യസ്ഥൻ, അതായത് അവരുടെ ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടു, തമ്പുരാൻ എന്ത് ചെയ്തു? കാര്യസ്ഥനെ പിരിച്ചു വിട്ടു. ഇയാൾക്ക് ഒരുപാട് കാലം കാര്യസ്ഥൻ പണി എടുത്തിട്ട് പിന്നെ അയാൾക്ക് വേറെ ജോലി എന്ത് ചെയ്യില്ല, അറിയില്ല. അപ്പോൾ ഇയാൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ പിന്നെ ഈ വീടിൻ്റെ ഗേറ്റിന് പുറത്ത് വന്ന് നിൽക്കും. നേരം വെളുത്താൽ അയാൾ അവിടെ നിന്ന് നിൽക്കും. എന്നിട്ട് ജോലിക്കാരൊക്കെ തമ്പുരാൻ്റെ അടുത്ത് അവിടെ പോയിട്ട്, പുതിയ കാര്യസ്ഥനുണ്ട്, അയാളുടെ അടുത്ത് പോയിട്ട് എവിടെയാണെന്ന് ജോലി ചെയ്യേണ്ടത്, പറമ്പിലാണോ പാടത്താണോ എന്താണെന്നുള്ളതൊക്കെ ചോദിക്കും. എന്നിട്ട് അത് മനസ്സിലാക്കി അവിടെ നിന്ന് പോയി. എന്നിട്ട് അവർ ഗേറ്റിൻ്റെ പുറത്തേക്ക് കിടക്കുമ്പോൾ ഇയാൾ അവിടെ ഉണ്ടാവും. അവിടെ പറയും, എന്ത് ജോലിക്കാണ് പോണ്? ഞാൻ ചത്താൻ പോവാണ്. ആ ചോദിക്കും, മറ്റേ ജോലിക്ക് ഞാൻ പാടത്ത് പോവാം, ഈ പാടത്ത് പോയിക്കോ. ഇയാൾ പണ്ട് ചെയ്തിരുന്ന കാര്യം ചെയ്യാതെ ഇയാൾക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും അവിടുന്ന് തീരുമാനം എടുത്ത് വരുന്ന കാര്യം തന്നെ അതിന് സമ്മതം കൊടുക്കുക, ആവശ്യം. അപ്പോൾ അയാൾക്കൊരു സമാധാനം. അതേമാതിരി മോട്ടിവേറ്റർമാരെന്ന് വന്നിട്ട് ഓരോരുത്തർക്ക് തോന്നിയ മാതിരി ജീവിക്കണം. ആ തോന്നിയ മാതിരി ജീവിക്കാൻ ആവശ്യമുള്ള ചോദ്യങ്ങളുമായിട്ട് വരിക. അത് കേട്ടിട്ട് ഓ ഈ ചെയ്യേണ്ട അത് തന്നെയാണ്, അതിന് കുറേ കവിതയും അതിന് കുറേ ആശയങ്ങളും അതിന് കുറേ ഉട്ടോപ്പിയും പറഞ്ഞു കൊടുത്തിട്ട് അവരെ പൊളിച്ചുമ്പോൾ കയറ്റിന് വിടുക. ഇതിന് മോട്ടിവേഷൻ്റെ പേര് വിടുക. ഇത്തരം ആളുകൾ ഗൗരവത്തോടു കൂടി ചിന്തിച്ചിട്ടില്ലെങ്കിൽ പ്രശ്നമാണ്. ഇപ്പോൾ നമ്മൾ ഈ പറയുന്നതൊക്കെ തന്നെ ഇവരൊക്കെ എന്തോ ഒരു പുരോഗമനം അറിയാത്ത ആൾക്കാരാണെന്നൊക്കെ ഒരു പക്ഷേ അവരെന്ത് ചെയ്യും, നമ്മളെ വിമർശിച്ചേക്കാം. പക്ഷേ ഭാവി നമ്മൾ കണ്ടു കാണേണ്ടി വരും.